ഇന്നലെ KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരനിലൊരാളായ ബെന്നി സാഹിതി എന്ന് പറയുന്ന അതേ അധ്യാപകനാണ് എന്നെ വിളിക്കുകയും എനിക്കൊരു മെസ്സേജ് അയക്കുകയും ചെയ്തു. സാർ, ഞങ്ങൾ പുതിയ പുസ്തകം ഞങ്ങൾ ഇറക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല പുസ്തകങ്ങൾ, നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ്, എന്നാലും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ പുസ്തകം ഇറക്കുമ്പോൾ അതിൻ്റെ ഒരു അറിയിപ്പ് എനിക്ക് തരും. അതോടൊപ്പം തന്നെ ഇന്നലെ ഒരു പുസ്തകവും എനിക്ക് തരികയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ പുസ്തകം മനോഹരമാണ്. കെ സച്ചിദാനന്ദൻ ഇനിയിപ്പോൾ കേരളത്തിലൊരു മുഖവുരയുടെ ആവശ്യമില്ല. ഈ ഇടയ്ക്ക് ചെറിയ വിവാദത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. തുടർ ഭരണം സ്വേച്ഛാധിപത്യം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ചെറിയ വിവാദത്തിലൊക്കെ പെട്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യം. എന്തായാലും സച്ചിദാനന്ദൻ എന്ന് പറയുന്ന കവി വിവർത്തകനാണ്, പ്രഭാഷകനാണ്, കൾച്ചറൽ ആക്ടിവിസ്റ്റാണ്. ഇംഗ്ലീഷ് സാഹിത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല. ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു, കേന്ദ്ര സാഹിത്യ അക്കാദമി ചീഫ് എക്സിക്യൂട്ടീവായിരുന്നു, ഇഗ്നോ ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായിരുന്നു, IIAS സിംലയിൽ നാഷണൽ ഫെലോ ആയിരുന്നു, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാണിപ്പോൾ. കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്, വയലാറിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്, എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ധാരാളം പുരസ്കാരം ഉൾപ്പെടെ 80-ലധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. തൃശ്ശൂരിലാണ് താമസം. ഇതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമുള്ളപ്പോൾ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്, ഇപ്പോഴത്തെ ഭാരവാഹിയാണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻ വഴി ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്നൊരു സാഹിത്യ സാംസ്കാരിക പഠനങ്ങൾ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലുള്ള ലേഖനങ്ങളാണ്, ഇംഗ്ലീഷിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിനെ മലയാളീകരിച്ചിരിക്കുന്നത് KM അജീർ കുട്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനും കവിയും റേഡിയോ പ്രഭാഷകനും വിവർത്തകനൊക്കെയായിട്ടുള്ള 25 കൃതികളുടെ കർത്താവായിട്ടുള്ള KM അജീർ കുട്ടിയാണ് ഈ പുസ്തകം വിവർത്തനം ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ പുസ്തകം. ഇന്നലെ ഞാൻ ഈ പുസ്തകം കുറേ അധികം സമയമെടുത്ത് ഇത് നോക്കിയിരുന്നു. വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. ഇതിനിടയിൽ ഈ പുസ്തകം ഇറങ്ങുന്നതിൻ്റെ ഭാഗമായി ചെറിയൊരു വിവാദം, നമ്മളെല്ലാം അങ്ങനെയാണല്ലോ, കുഞ്ഞു കാര്യത്തിനെ നമ്മൾ കുത്തിപ്പൊക്കി വിവാദമാക്കും. സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു വിവാദം വന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമുള്ളപ്പോൾ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയുടെ ഭാരവാഹിയായ കെ സച്ചിദാനന്ദൻ എങ്ങനെയാണ് പ്രിയദർശിനി പബ്ലിക്കേഷനിൽ പുസ്തകം ഇറക്കുന്നത്? അപ്പോൾ പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ ചുമതലയുള്ള പഴകുളം മധു അദ്ദേഹം പറഞ്ഞത്, അതിനകത്ത് വിഷയമില്ല, രാഷ്ട്രീയമില്ല. പ്രിയദർശിനി പബ്ലിക്കേഷനെ സംബന്ധിച്ചുള്ള അത് പബ്ലിക്കേഷനാണ്. ആരെഴുതിയാലും നല്ല പുസ്തകങ്ങളാണെങ്കിൽ പ്രസിദ്ധീകരിക്കും. അങ്ങനെ മനോഹരമായ നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് വിട്ടുമുണ്ട്. ഇന്ത്യൻ സാഹിത്യം ബഹുവചനമോ ഏകവചനമോ? ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ചാണ് കവി സച്ചിദാനന്ദൻ ആദ്യം ആകുലപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ കവിത ആധുനികവും ജനകീയവും. ഭൂഗർഭത്തിൽ നിന്നുള്ള ഗാനങ്ങൾ, നാംദേവ് ഡസാലിൻ്റെ കവിത ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ മനോഹരമായ അധ്യായങ്ങളാണ്. ഇന്ത്യയുടെ വിവർത്തന സംസ്കാരം, പൂവിടുന്ന പിൻമുറ്റങ്ങൾ, ഭക്തിയിലൂടെ സാമൂഹ്യ വിമർശനം, വിമതശക്തം സന്യാസിനികളായ കവികളിൽ കബീർ എന്ന വിമതൻ, സൂഫി കലാപം തുടങ്ങി ഭാരതത്തിൻ്റെ ബഹുസ്വരതയെ, അതുപോലെ ദളിത് സാഹിത്യത്തെ ഒക്കെ വളരെ കൃത്യമായി, ഭരണഘടനയൊക്കെ വളരെ കൃത്യമായി പ്രമേയമാക്കിക്കൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കവിതയും ജീവിതവും സാഹിത്യവുമൊക്കെ വളരെ ആഴത്തിൽ വിലയിരുത്തപ്പെടുന്ന ഒരു പുസ്തകമാണിത്. ഇത് 350 രൂപയാണ് വില. പ്രിയദർശിനി പബ്ലിക്കേഷനിൽ നിന്നത് കിട്ടും. ഏകദേശം 207 പേജുള്ള അതിമനോഹരമായ ഒരു പുസ്തകമാണ്. പുസ്തകത്തിലെ ഈ കവിത നോക്കൂ. സൂര്യൻ ഗ്രാമത്തിൽ അസ്തമിക്കുമ്പോൾ ചുവപ്പിൻ്റെ സുന്ദരവർണ്ണ ഭേദങ്ങൾ പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. രാത്രിയിൽ വാതിൽ പടിക്ക് മേലെ ചന്ദ്രൻ ഒഴുകി നീങ്ങുമ്പോൾ അവൾക്ക് എന്താകും തോന്നുക എന്നതും ഞാൻ കാര്യമാക്കുന്നില്ല. ഞാനിപ്പോൾ അത്തരം നിസ്സാര കാര്യങ്ങളെക്കുറിച്ചൊന്നും ഖേദിക്കാറില്ല. ഒരുവൻ മറ്റൊരുവൻ്റെ കഴുത്ത് ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നു. ഒരു മെക്കാനിക് ബോൾട്ടിൽ നിന്ന് നട്ട് വേർപെടുത്തുന്ന പോലെ നിങ്ങൾ പറയുന്ന ഇത് കൊലപാതകമാണ്. ഞാൻ പറയുന്നു ഇതൊരു മെക്കാനിസത്തിൻ്റെ ശൈഥില്യമാണ്. അങ്ങനെ ഇന്ത്യയിൽ നടക്കുന്നതോ അല്ലെങ്കിൽ നടന്നതോ ആയിട്ടുള്ള, സ്വതന്ത്ര ഭാരതത്തിൽ നടന്നതോ ആയിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങളെ വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ വളരെ രസകരമായ ഒരുപാട് തർക്കങ്ങളും
ഒരു സെൻറ്റൻസ് പറയുന്നത്, രാമായണത്തിൻ്റെ മറ്റൊരു ജൈന പാഠഭേദത്തിൽ സീത രാവണൻ്റെ മകളാണ്. ഇതൊക്കെ വളരെ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാം. കാരണം ജൈന പാഠത്തിൽ അങ്ങനെ പറയുന്നു, പക്ഷേ എങ്കിലും സച്ചിദാനന്ദൻ അത് എടുത്തു പറയുമ്പോൾ വീണ്ടും ചർച്ചകൾക്ക് വിധേയമാകാം. അതേക്കുറിച്ചുള്ള അയാളുടെ അജ്ഞത ദുരന്തപൂർണ്ണമായ ഒരുതരം മൃഗഗമന ഈടിപ്പൻ സാഹചര്യത്തിന് വഴിവെക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു. ഇവിടെ രാവണനുമായി യുദ്ധത്തിലേർപ്പെടുന്നത് ലക്ഷ്മണനാണ്, രാവണനില്ല. അപ്പോൾ രാമായണത്തെപ്പോലും മറ്റ് രൂപത്തിൽ ചോദ്യം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്തിട്ടുള്ള മറ്റു കഥകൾ ഉൾപ്പെടെ ഇതിനകത്ത് കൊണ്ടുവരികയും വളരെ മനോഹരമായ ഒരു പുസ്തകമാക്കി എടുക്കുകയും ചെയ്തു. തിന്മയുടേതായ യുഗത്തിൽ കവിത ഒരു അവിശ്വാസിയുടെ കലയാണ്. നാടകത്തിൻ്റെ അഭിനേതാക്കളാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ലോകം അഭിനേതാക്കളെ കൊണ്ടും ആശ്രിതരെ കൊണ്ടും വിധേയരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന വിധേയന്മാരുടെ ലോകത്ത് വളരെ വ്യത്യസ്തമായ കവിതാശകലങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായ പുസ്തകമാണ് ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ. ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള നെഹ്റുവിൻ്റെ പുസ്തകമുണ്ട്, വളരെ പ്രസിദ്ധമാണ്, ധാരാളം ഭാഷകളിലൊക്കെ പോയിട്ടുള്ള പുസ്തകമാണ്. അതിനുശേഷം വളരെ കൃത്യമായി ഇന്ത്യയെ വിലയിരുത്തിക്കൊണ്ടുള്ള വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി ഇന്ത്യൻ സാഹിത്യത്തെയും ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തെയും ഇന്ത്യയിലെ സഹിഷ്ണുതയെയും സഹാനുഭൂതിയെയും ഒക്കെ വളരെ കൃത്യമായി വിശകലനം ചെയ്തിരിക്കുന്ന പുസ്തകമാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക്, കോളനി ഭാഷയ്ക്ക് ശേഷം നൂറ്റാണ്ടുകളും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ദശാബ്ദങ്ങളും കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഭാരതീയ സാഹിത്യത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങളെ നാം പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടതാണ്. വളരെ കൃത്യമാണ് കവിയുടെ അല്ലെങ്കിൽ സച്ചിദാനന്ദൻ്റെ നിലപാട്, വളരെ കൃത്യമാണ്. അതിൽ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ജനപക്ഷമാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി കവി ഇവിടെ എഴുതി വയ്ക്കുന്നു. ഇത് കാലത്തിൻ്റെ ചരിത്രമാണ്, നമ്മുടെ അടയാളങ്ങളാണ്. തീർച്ചയായും ഈ പുസ്തകം എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 100-ാമത്തെ പേജ്, ഞാൻ പെട്ടെന്ന് മറിച്ചപ്പോൾ കിട്ടിയ 100-ാമത്തെ പേജ്, കമ്പോളത്തിൻ്റെ അതിശക്ത കാനോനുകളെയും തങ്ങളുടെ പദ്ധതിക്കനുസരിച്ച് ഇന്ത്യ സൃഷ്ടിക്കാൻ നോക്കുന്ന പുനരുത്ഥാനവാദികളെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും സാംസ്കാരിക ബഹുസ്വരതയെ ആഘോഷിച്ച് പോരുകയുമാണ് ദേശവാദികളായ എഴുത്തുകാർ. അപ്പോൾ എഴുത്തുകാരെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. ഞാൻ വീണ്ടും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ എന്ന പുസ്തകം ഇത് അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ചത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ പുസ്തകം വാങ്ങാൻ കഴിയുന്നതാണ്. തീർച്ചയായും നമ്മുടെ ചിന്താ പദ്ധതികളെ, നമ്മുടെ ബൗദ്ധിക തലത്തെ, നമ്മുടെ ആശയങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ എന്നും വേര് പിടിപ്പിക്കുകയും ചിന്തോദ്ദീപകമാക്കുകയും ജ്വലിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകളാണ് കവിയിൽ നിന്നും സച്ചിദാനന്ദനിൽ നിന്നൊക്കെ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധേയന്മാരുടെ എന്തെങ്കിലും ഒരു ഫാക്കൽറ്റിയെങ്കിലും ആകാൻ പറ്റുമെങ്കിൽ, ഒരു സ്ഥാനത്തെത്താൻ പറ്റുമെങ്കിൽ, ഒരു അവാർഡ് കിട്ടുമെങ്കിൽ, ഞാനൊന്നും പറയുന്നില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് രാമഗീതവും പാടിയിരിക്കുന്ന പുതിയ സാഹിത്യ കുതികളുടെ ലോകത്ത് സച്ചിദാനന്ദൻ വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹം നിരന്തരം കലഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കലഹത്തിൽ അധികാരസ്ഥാനം പോലും അദ്ദേഹത്തിന് പ്രശ്നമല്ല. പക്ഷേ ആ കലഹിക്കുമ്പോഴും അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റാനും അത്ര എളുപ്പമല്ല. കാരണം അത്തരത്തിലുള്ള വലിയ ഒരു വ്യക്തിത്വമാണ് സച്ചിദാനന്ദൻ. അതുകൊണ്ട് തന്നെ ഈ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള KM അജീർകുട്ടി വിവർത്തനം ചെയ്തിട്ടുള്ള സാഹിത്യ സാംസ്കാരിക പഠനങ്ങൾ ഇന്ത്യയെ വിവർത്തനം ചെയ്യുമ്പോൾ നമ്മളെ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട ആവശ്യമായിട്ടുള്ള ഒരു മുതൽക്കൂട്ടാണ്, ഒരു പ്രത്യേകതരം പുസ്തകമാണ്.